ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വായിക്കുന്നുണ്ട്. ആൾക്ക് സുഖം കിട്ടി. ഇപ്പൊ ദേവാസമിതിക്കാര് കേസറയുണ്ട്. എന്നാ നമ്മളിനി അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ. ഏതായാലും ഇപ്പൊ കേന്ദ്രം എന്നൊക്കെ പോന്നപ്പോ സ്വതന്ത്രമായല്ലോ. മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും, ടിപിക്ക് വിളിച്ചു വരാൻ ആളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് പറയാം. അല്ല, അത് നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മൾ ജിന്നൂരി എന്നുള്ള പേര് നമ്മൾ പോകില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അത് വിട്ടേക്കുക. അത് നമ്മൾ ഇനിയിപ്പോ അങ്ങനെ പറയണ്ട. അപ്പൊ ചികിത്സിക്കലോ, പള്ളിയിൽ വെച്ച് ചികിത്സിച്ച നമ്മളെ പള്ളിയിലൊന്ന് പറ്റും, ദേവാസമിതിന്റെ പള്ളി കേന്നന്മാർ ഒന്നായിട്ടുണ്ടാക്കും, നമ്മളെ പള്ളിയിൽ ജിന്നിറക്കി. എന്നാ ജാമിയൽ ഇന്ദിൽ വെച്ചൊന്ന് ജിന്നിറക്കിയാലോ? ജാമിയൽ ഇന്ദിൽ ജിന്നിറക്കി ആകെ പ്രശ്നമാവും. ഇപ്പൊ എന്താ നിങ്ങളും കേന്നമ്മ തമ്മിൽ വ്യത്യാസം? എന്താ വ്യത്യാസം? ജിന്നുബാധ ഉണ്ട്, ചികിത്സിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ചികിത്സിക്കുന്നതിൽ മടി കാണിക്കുന്നു, ചികിത്സിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പള്ളിയിലും പാടില്ല, മദ്രസിലും പാടില്ല, വീട്ടിലും പാടില്ല. ഇനി എന്താ ആകാശത്തുനിന്ന് അത് ഓതി കൊടുക്കണ്ടേ? തന്നെ ജിന്നുബാധ കൊണ്ട് ആകാശത്താണ് ചികിത്സിക്കേണ്ടത്? നിങ്ങൾ പറ, നിങ്ങൾ എന്താ റുഖ്യ ശറയ്യ പറയാത്തത്? റുഖ്യ ശറയ്യ പറയാൻ പറ്റാത്ത വണ്ണം ഇവരെ നയിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ എത്തി. ഇപ്പൊ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് അന്താരാഷ്ട്ര ദൈവത്തേറ്റ് നടക്കുക. അന്താരാഷ്ട്ര ദൈവത്തിനെ പറ്റി നിങ്ങൾ കേൾക്കണ കൂട്ടരെ, ഇത് 2014 മെയ് 11 മാധ്യമങ്ങളൊന്ന് വായിച്ചു നോക്കണം. 1ാം ഘട്ട പദ്ധതി കടപ്പുറത്ത് ഉദ്ഘാടനം വിശുദ്ധം. എന്നിട്ട് എന്താ നിങ്ങള് നമ്മൾ വിചാരിക്കും ശുദ്ധ സെലഫി ദേവത്താപ്പ വിശുദ്ധത്തിൽ വരുന്നത് കേട്ടോളി. പൗരധർമ്മം, സാമൂഹിക അവബോധം വളർത്തിയെടുക്കൽ, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത, ചൂഷണമുക്തമായ പ്രബോധനം, വിദ്യാഭ്യാസം, പ്രചാരണവും വികസനവും, തൊഴിൽ, കടമകളും അവകാശങ്ങളും, സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും, അക്രമരഹിത സമൂഹം, പലിശരഹിത സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. സലഫിയത്തിന്റെ നടുക്കണ്ടങ്ങളെ വർത്താനാണ്. എന്താ സലഫിയത്തിന്റെ ചേല്? എന്തിനാണോ നിങ്ങൾ മടവൂരികളെ കുറ്റം പറഞ്ഞു? മടവൂരികൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്ന കാലത്ത് MSM-ലുള്ള പോലെ ഈ അസർമും കൂട്ടരൊക്കെ ഇപ്പോലെ നേതൃത്വത്തിൽ വന്നപ്പോ തനിച്ച മടവൂരിസത്തിലേക്ക് പോയി. അല്ലേ? എന്താ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലേ? മരം ഒരു വരം അല്ലേ? മരം നടാത്ത, നമ്മള് മരം നട്ടുപിടിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മഴ കിട്ടാത്തത്. സീരിയാജിന്റെ ചോദ്യം മതിയേന്. ആ സുഗതകുമാരനോട് ചോദിച്ചില്ലേ, കടലിൽ മഴ അവിടെ മരം ഉണ്ടായി